വർഷം മുന്നേ ജോലി അന്വേഷിച്ച് തമിഴ്നാട്ടിൽ നിന്നും ഞങ്ങളുടെ നാട്ടിലെത്തിയ ഒരു കുടുംബമാണ് ജയലക്ഷ്മിയുടേത്. ഭർത്താവ് അറുമുഖനാശാരി മരപ്പണിയെടുത്തിരുന്ന ഒരാളായിരുന്നു. അദ്ദേഹം കുറച്ച് വർഷം മുന്നേ, ഒരു 4 വർഷം മുമ്പേ അദ്ദേഹം മരണപ്പെട്ടു. അതിനുശേഷം ഈ കുടുംബം വളരെ ദയനീയാവസ്ഥയിലായിരുന്നു. ചെറിയ പിഞ്ചു കുട്ടികളായ 2 പെൺകുട്ടികൾ, അതുപോലെ ഭാര്യ ജയലക്ഷ്മി മറ്റുള്ള പണിയൊന്നും അറിയാതൊരു സ്ത്രീയായിരുന്നു. അപ്പോൾ വളരെ കഷ്ടമായിരുന്നു അവരുടെ കാര്യം. അവർ താമസിച്ച വീടാണെങ്കിൽ മൺകട്ട കൊണ്ട് നിർമ്മിച്ച വീട്, അതും പൊളിഞ്ഞ് വീഴാറായ അവസ്ഥയിലായിരുന്നു. അവൾക്കൊരു വീടെടുത്ത് കൊടുക്കാൻ നമ്മുടെ നാട്ടിൽ ജനകീയ കമ്മിറ്റി രൂപീകരിച്ച് വീടിൻ്റെ പണി ആരംഭിച്ചു. വളരെ പെട്ടെന്ന് അതിൻ്റെ പണി പൂർത്തിയാക്കാൻ സാധിച്ചു. നല്ലവരായ നാട്ടുകാരുടെയും അതുപോലെ തന്നെ വിവിധ സംഘടനകൾ, ഗൾഫ് സംഘടനകൾ, ആ കുട്ടികളുടെ പഠിക്കുന്ന സ്കൂളിലെ അധ്യാപകർ, ഇവരൊക്കെ പണം സ്വരൂപിച്ച് തന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് വളരെ പെട്ടെന്ന് ആ വീട് പൂർത്തിയാക്കാൻ വേണ്ടി സാധിച്ചു. Muito കൂടുതലായി സംസാരിക്കുന്നില്ല. ഇപ്പോൾ പഞ്ചായത്തിൻ്റെ വിവിധ പരിസരം പഞ്ചായത്തിലൂടി ആശംസകൾ നേരുകയാണ്. അതുകൊണ്ട് രാജ്യം പ്രത്യേകം രാജ്യയുടെ പ്രവർത്തനത്തിൽ വ്യക്തപരേണ്ടതാണ്. പ്രവർത്തിക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഉൾക്കൊണ്ട് തന്നെ രാജുവേട്ടനെ ഓരോ പ്രാവശ്യം എന്നെ വിളിക്കും, എന്താ ചെയ്യേണ്ടത്, പഠിക്കേണ്ടതല്ല. അപ്പോൾ ആ രീതിയിൽ എനിക്ക് കഴിയാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ഞാനും ചെയ്തു കൊടുക്കുന്നു. അപ്പോൾ 2018 അതിൻ്റെ പണി തുടങ്ങിയത്. പക്ഷേ ഒരുപാട് പ്രതിസന്ധികൾ നമുക്ക് നേരിടേണ്ടതുണ്ട്. പ്രളയം,
രേഖയൊക്കെ ജില്ലാ സഹകരണ ബാങ്കിൽ പണയത്തിലായിരുന്നു. അപ്പോൾ അവിടുന്ന് മുതലേ ഒരുപാട് കഷ്ടപ്പാട്. നമ്മുടെ പ്രിയപ്പെട്ട മുൻ പഞ്ചായത്ത് മെമ്പർ മിറാജിൻ്റെ കൂടെ ആശാരി തൊഴിലെടുത്തിട്ടാണ് ഈ കുടുംബം ജീവിച്ചത്. ഇവരെ വിഷയത്തിൽ ആദ്യമായി ഒരു മെമ്പർ എന്ന രീതിയിൽ ഞാൻ ജയിച്ചു വന്നപ്പോൾ നമ്മുടെ ദേശമത്തൂർ സ്കൂളിലെ സാവിത്രി ടീച്ചറാണ് ഇവരെ വിഷമങ്ങൾ എൻ്റെ മുന്നിൽ ഇങ്ങനെ വിഷയം പറഞ്ഞു. അതിനുശേഷം രാജീവനും രാജേട്ടനും ഭാസ്കരേട്ടനൊക്കെ ഈ പ്രശ്നം പറഞ്ഞപ്പോൾ പെട്ടെന്ന് തന്നെ അതിനൊരു സംവിധാനത്തിന് വേണ്ടി കമ്മിറ്റിയൊക്കെ കൂടിയെടുത്തു. വളരെ ആത്മാർത്ഥമായി തന്നെ കമ്മിറ്റിയിൽ ഗംഗാധരൻ മാഷും കൃഷ്ണൻ മാഷും ഈ നാട്ടിലെ മുഴുവൻ ആളുകൾ എല്ലാവരാലും ആവുന്നത് പോലെ പ്രിയപ്പെട്ട മടവൂർ മാഷ്, സെറിൻ ചാരിറ്റബിൾ ട്രസ്റ്റ്, അതുപോലെ തന്നെ OICC കമ്മിറ്റി, നായാട്ടുപാറ സ്കൂളിൽ മനോജ് മാഷ് മാനേജർ, അവർ നായാട്ടുപാറ സ്കൂളിൽ പഠിക്കുന്ന ഒരു കുട്ടിയാണ് അവരും, അതുപോലെ ദേശമത്ര സ്കൂളിൻ്റെ PTA, ഈ നാട്ടിലെ പൊതുജനങ്ങൾ, സാധാരണക്കാർ എല്ലാവരും സഹകരിച്ചുകൊണ്ട് ഈ കമ്മിറ്റിയെ പ്രിയപ്പെട്ട രാജീവനും രാജേട്ടനും ഭാസ്കരേട്ടനും ഗംഗാരമാശൊക്കെ അടങ്ങുന്ന ഈ കമ്മിറ്റിക്ക് വേണ്ടുന്ന പിന്തുണ കൊടുത്ത് ഈ പാവപ്പെട്ട കുടുംബത്തിന് ഒരു അത്താണിയായിക്കൊണ്ട് അവർക്ക് കയറി കിടക്കാൻ ഈ ഭവനം ഉണ്ടാക്കിക്കൊടുത്ത, അതിനുവേണ്ടി സഹകരിച്ച നാട്ടിലെ അയൽവാസികൾ, സുഹൃത്തുക്കൾ, സംഘടനകൾ എല്ലാവരോടും നന്ദി അറിയിക്കുന്നു. എന്നെ ഈ പരിപാടിയിലേക്ക് ക്ഷണിച്ച പ്രിയപ്പെട്ട ഇതിൻ്റെ സംഘാടകരോട് ആത്മാർത്ഥമായി നന്ദി അറിയിച്ചുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേർന്ന് ഇതിന് പരിശ്രമിച്ചവർക്ക് സർവശക്തൻ തക്കതായ പ്രതിഫലം നൽകട്ടെ എന്നും ഫ്യൂച്ചറിൽ നമ്മളും ഈ ഒരു അവസ്ഥ ഇനിയും കണ്ടു കഴിഞ്ഞാൽ അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഇറങ്ങാൻ ഒരു ആത്മാർത്ഥമായിട്ട് നിങ്ങൾക്ക് ഹൃദയത്തിൽ തോന്നുന്ന വിധത്തിൽ തന്നെ നല്ലൊരു ഭവനമാക്കി ഇവർക്ക് നൽകാൻ സാധിച്ചത് ഇതിൻ്റെ കൂടെ ഇനി പങ്കെടുക്കാൻ സർവശക്തൻ എനിക്ക് അവസരം തന്നത് എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. ഇവരുടെ പ്രാർത്ഥനയും അതേപോലെ തന്നെ നമ്മുടെ ജനങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും അവരുടെ കൈത്താങ്ങുമാണ് ഈ ഒരു സംരംഭം ഇവിടെ പൂർത്തിയായിരിക്കുന്നത്. ദൈവം ഈ കുടുംബത്തിനെയും ഇതിനെ സഹായിച്ച ആളെല്ലാവരെയും, എല്ലാ കൈത്താങ്ങുകളെയും സഹായിക്കട്ടെ, അവരെ അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചു. നടക്കാത്ത ഒരു കാര്യവുമില്ല എന്നുള്ള ഒരു ഉത്തമ ഉദാഹരണമാണ് ഈ ഭവന നിർമ്മാണ പൂർത്തീകരണം. ഏറെ ആശങ്കയോടെയാണ് തുടക്കവും ഒടുക്കവും ഒക്കെ നമുക്കറിയാം. ഒരു പ്രളയവും ഇപ്പം കൊറോണയൊക്കെ തന്നെ ഒരുപാട് വൈകിപ്പിച്ചു ഈ കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ വേണ്ടി. ഏറെ ആശങ്കയോടെയാണ് നമുക്ക് രാജ്യം നേരത്തെ പറഞ്ഞതുപോലെ തമിഴ്നാട്ടിൽ നിന്നും കുറേ വർഷമായിട്ട് ജോലി ആവശ്യാർത്ഥം വന്ന് ഇവിടെ താമസിക്കുകയും ഭർത്താവിൻ്റെ അകാല നിര്യാണത്തിന് ശേഷം 2 പിഞ്ച് പെൺകുട്ടികളും ഒരു വിധവയായ യുവതിയും അനാഥരായിത്തീരുന്ന ഈ അവസരത്തിലാണ് ജാതിയോ മതമോ പ്രദേശമോ നോക്കാതെ നമ്മൾ ഇവിടെ ഉള്ള ഏതാനും ചെറുപ്പക്കാരും ഒക്കെ ചേർന്ന് കമ്മിറ്റി രൂപീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോയത്. നമുക്കറിയാം എല്ലാ കാര്യങ്ങളും നമ്മൾ ഏറെ ആശങ്കയോടെയാണ് മുന്നോട്ട് പോകുന്നത്. രാജീവനും രാജേനും ഒക്കെ തന്നെ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് ഇതിന് പിന്നിൽ. ആ പ്രയാസങ്ങൾ അനുഭവിക്കുമ്പോഴൊക്കെ തന്നെ ആവശ്യമായ ധൈര്യം കൊടുക്കുകയും നമ്മൾ മുന്നോട്ട് വെച്ച കാല് പിന്നോട്ടെടുക്കാതെ മുന്നോട്ട് നീങ്ങിയാൽ നമുക്ക് ഏത് കാര്യവും സാധിക്കുമെന്നുള്ളതിൻ്റെ ഉത്തമ ഉദാഹരണമായി ഈ കാര്യം നമുക്ക് വിജയിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച മുഴുവൻ ആളുകൾക്കും അഭിനന്ദനം അറിയിക്കുകയാണ്. ഇതിൻ്റെ ചെറിയ 1 രൂപ മുതൽ എത്രയോ ആയിരങ്ങൾ സംഭാവന ചെയ്ത ഒരുപാട് ആളുകൾ, സംഘടനകളൊക്കെ തന്നെ ഈ പ്രദേശത്തുണ്ട്. ഒരു പ്രത്യേകം ഞാൻ അവരെ അഭിനന്ദിക്കുന്നു. ഒപ്പം കഠിനാധ്വാനം ചെയ്ത KRCF-ലുള്ള ആളുകൾ ഒക്കെ തന്നെ, അവരെയൊക്കെ തന്നെ പ്രത്യേകം അഭിനന്ദിച്ചുകൊണ്ട് ലഘുഭാഷണം നിർത്തുന്നു. ജയ് ഭാരത്.